ഉണ്ടായിട്ട് എനിക്ക് ഒരു താല്പര്യം അവന്മാര് അവളെ ജയിപ്പിക്കാൻ വേണ്ടി എടുത്ത ഷോ വെറുതെ ചുമ്മാ എപ്പിസോഡ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഈ ഇരട്ടത്താപ്പാണ്. ജാസ്മിൻ എന്തിനു ചെയ്താലും അയ്യോ അതൊരു പാവം കുട്ടിയല്ലേ എന്ന് പറയും ചെയ്യും. അങ്ങനെ ജാസ്മിൻ ജാഫറിനെതിരെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഇത് ഫോർത്ത് ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാമിനകത്ത് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കൊടുത്ത കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും പിടികിട്ടിക്കുകയാണ്. നമ്മുടെ ജിൻഡോയുടെ കേസ് തന്നെയാണ്. അരെ ഈ ഒരാളെ ഈ പറയുന്ന ഈ കളറൊക്കെ വെച്ചിട്ട് ഇങ്ങനെയുള്ള രീതി മോശമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആരെങ്കിലും ഒക്കെ കേസ് കൊടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. കാര്യം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ സംസാരിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഒരു ബ്യൂട്ടി ബ്ലോഗറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെ ഒരു ഈ പറയുന്ന കരിഞ്ഞ മത്സ്യകന്യ എന്നൊക്കെ വിളിക്കുന്നത് വളരെ മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അവർക്ക് അത്രയും വിവരം ബുദ്ധിയുള്ളെന്നുള്ള കാര്യം തന്നെ മനസ്സിലാക്കാനായിട്ടിരിക്കുന്നു. ശരിക്കും ഈ കേസിന് എത്രത്തോളം സീരിയസ്നെസ് ഉണ്ടാവും നമുക്കറിയില്ല. ഈ കാര്യം ഇതൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഈ കേസായി കഴിഞ്ഞാൽ ഇതെന്തായാലും തീർച്ചയായിട്ടും പ്രശ്നമാകും. അത് മാത്രമല്ല, പ്രത്യേകിച്ച് ജിൻഡോയുടെ വീട്ടുകാർക്കൊക്കെ ഇടപെടാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണത്. കാര്യം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങൾ വാ തുറന്ന് വിളിച്ച് പറയാനായിട്ട്. ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു, താങ്കൾ ആ പറഞ്ഞ കുറച്ച് വാക്കുകൾ പുറത്ത് ഭയങ്കര വിഷയമായിട്ടുണ്ടെന്ന് എടുത്ത് പറയുന്നുണ്ടായിരുന്നു. ആ വിഷയങ്ങൾ സത്യം പറഞ്ഞാൽ അത് വെറുമില്ല എന്താ പറയണ്ട, ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് പോകുന്നതല്ലാതെ നല്ല രീതിയിൽ അതിനകത്ത് ചോദിച്ചിട്ടും വഴക്ക് പറഞ്ഞിട്ടൊന്നുമില്ല. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു അവരുടെ ഷോയ്ക്ക് ഇപ്പോൾ ഓൾറെഡി കേസും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഈ ഒരു കാര്യം എടുത്ത് കാണിക്കത്തില്ല. അത് ഷോയെ ബാധിക്കും. അത് കേസിന്റെയും വഴക്കിന്റെയും പ്രശ്നത്തിലോട്ട് പോകുന്ന വെച്ചുകൊണ്ട് അത് അവരെടുത്ത് കാണിച്ചിട്ടുമില്ല. അപ്പൊ അത് നിങ്ങളത് നോക്കിയാൽ മതി. അതിനകത്ത് മറ്റേ അഭിഷേക് ഇത് മോർണിംഗ് ടാസ്കിൽ സംസാരിക്കുമ്പം ഇത് വളരെ മ്യൂട്ട് ചെയ്തിട്ടാണ് കേൾപ്പിക്കുന്നത്. അപ്പൊ ഇത് അവർക്കറിയാം, ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇത് കയ്യിലൊന്നും നിൽക്കാത്ത പ്രശ്നത്തിലോട്ട് പോകുന്നു. കാര്യം ഈ ഒരു രീതിയിലൊക്കെ ഡിസ്ക്രിമിനേഷനൊക്കെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഒരാളെയൊക്കെ ഇങ്ങനെയൊക്കെ വിളിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജിൻഡോ എന്തോ രീതിയിൽ അത് കേട്ട് നിന്ന് വേറെ വല്ലവരും ഒക്കെ ആയിരുന്നെങ്കിൽ അത് മാത്രം മതി ജാസ്മിനെ ഷോയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി. പക്ഷെ അതാരും അത് ഏറ്റുപിടിച്ചിട്ട് വലുതായിട്ട് പറഞ്ഞില്ല. ഒരു ബ്യൂട്ടി ബ്ലോഗറാണ്, അതാദ്യം മനസ്സിലാക്കുക. ലേശ ഉളുപ്പെന്ന് പറയുന്ന ഒരു സാധനം വേണം. ഇങ്ങനെയൊക്കെ വന്നിരുന്ന ഒരിക്കലും ഒരു മനുഷ്യരെ വിളിക്കായിരിക്കും. കാര്യം ജാസ്മിൻ ജനിച്ചപ്പോൾ എന്തോ അറബി കുട്ടികളുടെ കൊച്ചാന്നുണ്ടാകുന്നു. ജാസ്മിന്റെ പണ്ടത്തെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ തന്നെ എടുത്ത് നോക്കിയാൽ മതി. പുള്ളിക്കാരത്തിയുടെ പ്രൊഫൈലിൽ കിടപ്പുണ്ട്. പിന്നെ എന്ത് അവകാശമുണ്ട് പുള്ളിക്കാരത്തിക്ക് ഇങ്ങനെ വിളിക്കാനും സംസാരിക്കാനും? ഒരു അവകാശവും ഇല്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേക്ക് വളരെ സില്ലിയായിട്ട് ഹാൻഡിൽ ചെയ്യാതെ ഇതിനൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലുള്ള പണിഷ്മെന്റ് കൊടുക്കുക. അതാണ് ശരിക്കും ഇതിനകത്ത് ചെയ്യേണ്ടത്. എന്തായി കഴിഞ്ഞാലും ഈ സാറ്റർഡേ സൺഡേ എപ്പിസോഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിബിന് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. കാര്യം ഇനിയിപ്പോൾ പുള്ളിക്കാരെ അവിടെ നിൽക്കുന്നില്ല, കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, ക്വിറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ലൈവിൽ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഷോയിൽ വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മെന്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ആണ് വേണ്ടത്. അത് മാത്രമല്ല, ഇനിയെങ്കിലും ഈ ഷോയിൽ കയറുന്ന ആൾക്കാർ മനസ്സിലാക്കുക, നിങ്ങൾ അവിടെ ചെന്ന് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ എനിക്ക് ക്വിറ്റ് ചെയ്യണം, എനിക്ക് വെളിയിൽ പോകണം, അങ്ങനെ പറഞ്ഞ് ദൈവത്തെ ഓർത്ത് ഈ ഷോയിലോട്ട് പോവാതിരിക്കുക. കാര്യം ഇതെല്ലാം ഫേസ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടാണ് നമ്മളെല്ലാവരും അതിനകത്തോട്ട് പോകുന്നത്. അത് മാത്രമല്ല, എഗ്രിമെന്റ് ഏകദേശം 43 പേപ്പറാണ്. ആ എഗ്രിമെന്റ് സൈൻ ചെയ്ത് അവിടെ ചെന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇറക്കി വിടത്തില്ല. എന്തായാലും സിബിന് നല്ല രീതിയിൽ ലാലേട്ടൻ എടുത്തിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവർ റൂം എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഷോയിൽ നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവർക്കാണ് ഏറ്റവും കൂടുതൽ അധികാരമുള്ളത്, എല്ലാ കാര്യങ്ങൾക്കും അധികാരമുള്ളത്. പക്ഷെ ഇവിടെ കാണിച്ചത് എന്താണ്, ഒരു പാർഷ്വാലിറ്റി പോലെയാണ് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത്. നോറയെ പറയാൻ സമ്മതിച്ചില്ലെന്ന് പറയുന്നു, പോസ് പറഞ്ഞത് ഭയങ്കര പ്രശ്നമെന്ന് പറയുന്നു, പിന്നെ ഇവരുടെ സ്കിറ്റിന്റെ കാര്യത്തിൽ ഇവരുടെ ജഡ്ജ്മെന്റിന്റെ കാര്യത്തിനകത്ത് ഇപ്പോൾ കുഴപ്പമാണെന്ന് പറയുന്നു. ഇതെല്ലാം ഭയങ്കര മോശമാണ്. കാര്യം ആ ഒരു പവർ ടീമാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊണ്ടുവന്നത്. ഇത്രയും നാൾ ഈ ബാക്കിയുള്ളവന്മാർ ഈ പവർ ടീമിൽ കയറിയിട്ട് എന്തുവാ കാണിച്ചത്? ആഹാരം കഴിക്കാതിരിക്കുക, കൈയും കാലും ഇട്ട് പോകുക, എന്തൊക്കെയായിരുന്നു കാട്ടിക്കൂട്ടിയത്? എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഉണ്ടാക്കിയത് ഇപ്പൊ ഈ പ്രാവശ്യത്തെ പവർ ടീമായിരുന്നു. എന്തായാലും പൂജ വാക്ക്ഡ് ഔട്ട് ആയിട്ടുണ്ട്. ഇനിയിപ്പോ സിബിനാണെങ്കിൽ ഓൾമോസ്റ്റ് തീർന്നിരിക്കുവാണ്. കാര്യം ഇനിയിപ്പോ പഴയ പോലെ ഇനിയിപ്പോ എല്ലാ സൈക്കാട്രിസ്റ്റിനെയൊക്കെ കൊണ്ടുവന്ന് കാണിച്ച് കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് നൈസായിട്ട് കയറി വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പക്ഷേ പെട്ടെന്ന് പൂജയൊക്കെ പോകുന്ന കണ്ടപ്പോഴത്തേക്ക് പുള്ളി മാനസികമായിട്ട് ഡൗൺ ആയിട്ടുണ്ട്. അത് അയാളുടെ ഗെയിമിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുമുണ്ട്. കാര്യം വർഷങ്ങളായിട്ട് റിവ്യൂസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പോലും, ബിഗ് ബോസ് അരച്ചു കുണിച്ച് പഠിച്ചവർക്ക് പോലും ഇതൊന്നും ഒരിക്കലും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ട് പോയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് സമ്മറായിട്ടൊരു വീഡിയോ ഇട്ടുണ്ട്, നമുക്കൊന്ന് കണ്ടുപോകാം. സത്യം പറഞ്ഞാൽ ബിഗ് ബോസിനെ അടിച്ച് അണ്ണാക്കി കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. വേറൊന്നുമല്ല, ഒരു പാർഷ്യാലിറ്റി ആ ഒരു എപ്പിസോഡിൽ ഞാൻ തീർച്ചയായിട്ടും കണ്ടു. എന്ന് വെച്ചാൽ ഒരാളെ വിമർശിക്കുന്നതിനും കുറ്റം പറയുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട്. സിബിന്റെ ഭാഗത്ത് അതിനും മാത്രം തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. സിബിൻ തൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മോശമായ ആംഗ്യം സിബിൻ കാണിച്ചതിന് സിബിന് വലിയ രീതിയിലുള്ള പശ്ചാത്താപമുണ്ട്. അതിന് അയാൾ മാപ്പ് പറയാനും എന്ത് ശിക്ഷ അനുഭവിക്കാനും തയ്യാറാണ്. പിന്നെയും അയാളായിട്ട് കുത്തി അതിനൊരു കാരണം വേണ്ടേ? ഇപ്പം നമ്മൾ ഒരാളെ എടുത്തിട്ട് അലക്കുന്നെങ്കിൽ ഒരു റീസൺ വേണം.
ഇയാളെ എന്തൊക്കെ പറഞ്ഞിട്ടാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. സത്യമായിട്ടുള്ള കാര്യമാണ്. കാര്യം കൺഫെഷൻ റൂമിൽ ഇരിക്കുന്ന സമയത്ത് ബിഗ് ബോസ് ചോദിക്കുന്നതിന്റെ കുറെ കാര്യങ്ങൾക്ക് സിബിൻ കുറെ കാര്യങ്ങൾ പറയുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ തന്നെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നതിന്റെ കാര്യങ്ങൾ പറയുന്നു. അതെല്ലാം പറയുമ്പോൾ പകുതി വരെയൊക്കെ നമ്മളെ കാണിച്ചിട്ട് ലൈവിനകത്ത് ആ സാധനം കട്ട് ചെയ്ത് കളഞ്ഞു. കാര്യം എനിക്ക് തോന്നുന്നു സിബിൻ നല്ല രീതിയിൽ തിരിച്ച് എഗെയിൻസ്റ്റ് ആണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പൊ അവരെന്തായാലും അത് ടെലികാസ്റ്റ് ചെയ്യത്തില്ലല്ലോ. അപ്പോൾ ഇതും പോരാത്തതിന് ഇപ്പം ഗബ്രി പവർ ടീമിലും കയറിയിട്ടുമുണ്ട്. ഗബ്രി നോമിനേഷനിൽ വന്നാൽ കൺഫേം ആയിട്ട് പുറത്തു പോകുന്ന എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഇതെല്ലാം ഓൾറെഡി ഇപ്പൊ സിബിന് പ്രശ്നം ഉണ്ടാക്കി, സിബിന് നല്ലോണം പ്രഷർ കൊടുത്ത് സിബിനെ പവർ ടീമിൽ നിന്നും പുറത്താക്കി, അവൻ മെന്റലി ഡൗൺ ആക്കി, ഇപ്പം ഗബ്രിയെ പിടിച്ച് പവർ ടീമിലും കയറ്റി. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം സിബിൻ കുറെ കാര്യങ്ങൾ തിരിച്ച് ചോദിക്കുന്നതിനകത്തോട്ട് വളരെ പോയിന്റ് ആണ്. അതെല്ലാം അവർ നൈസായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്തായാലും ലൈവ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. എപ്പിസോഡിൽ വന്നു കഴിഞ്ഞാൽ വന്ന് തലവൊക്കെ കേട്ട് നോക്കാം. ടീം എന്ത് ചെയ്താലും തെറ്റ്. അവരാണ് ഏറ്റവും നന്നായിട്ട് കണ്ടന്റ് കൊണ്ടുവന്നത്, ക്രിയേറ്റിവിറ്റി കാണിച്ചത്. പക്ഷെ അവർ ചെയ്തതിനൊക്കെ തെറ്റ്. നോറയുടെ അടുത്ത് സ്റ്റോപ്പും ബോസും ഒക്കെ പറഞ്ഞത് തെറ്റ്, എല്ലാം തെറ്റ്. ഒരു വശത്ത് പവർ ഉണ്ട്, നിങ്ങളത് ഉപയോഗിക്കൂ. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ പവർ ഉപയോഗിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയില്ല എന്നായിരുന്നു. അറിയാവുന്നവർ വന്ന് അത് ഉപയോഗിച്ചപ്പോഴേ നിങ്ങൾ എന്തിനു ഉപയോഗിച്ചു എന്നായി ചോദ്യം. അമ്മാതിരി ഇരട്ടത്താപ്പ് ഊളത്തരമാണ് സത്യം പറയാൻ നമ്മൾ കണ്ടത്. ബിഗ് ബോസിന് അയാളെ വേണ്ടാന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ എങ്ങനെ അവിടെ നിൽക്കും? അയാൾ ആ ഷോ സക്സസ് ആവുന്നതിന് വേണ്ടിയിട്ട് കൂടെ അല്ലേ അവിടെ ഗെയിം കളിക്കുന്നത്. ആ ഒരു മര്യാദയെങ്കിലും അയാളെടുത്ത് കാണിക്കണ്ടേ? നിപ്പിന് തന്നെ പെട്ടി എടുത്തോണ്ട് പവർ ടീമിൽ നിന്ന് അങ്ങ് ഇറങ്ങാൻ പറയുമ്പോൾ അയാൾ എത്രത്തോളം അവിടെ ഇൻസൾട്ട് ആവുകയാണ്. ഏറ്റവും കൂടുതൽ ഇൻസൾട്ടിങ് ആയിട്ടുള്ളത് പവർ ടീമിന് ഇപ്പം തന്നെ പെട്ടിയും കിടക്കെ എടുത്തിട്ട് ഇറങ്ങാൻ പറയുന്നതൊക്കെ ഭയങ്കര ഇൻസൾട്ടിങ് ഫീലാണ്. കാര്യം ആ ഷോയിൽ സിബിൻ നിൽക്കും തോറും അവർക്കാണ് റേറ്റിംഗ് കൂടുന്നത്. അവരതിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നില്ല. ഇതിൽ ആലട്ടൻ്റെ എപ്പിസോഡിൽ ഒരു കാര്യമില്ലാതെ വന്നിരുന്നിട്ട് ഒരു മറ്റേ ജസ്റ്റർ കാണിച്ചെന്നും പറഞ്ഞ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ സീസൺ 4 എത്രയോ പേര് ഈ പറയുന്ന ജസ്റ്റർ കാണിച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ സീസൺ 5 കാണിച്ചിരിക്കുന്നത്, ശോഭ അകൽമാരാറിൻ്റെ അടുത്ത് കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യം തന്നെ. പിന്നെ ഇതൊരു മഹാ അപരാധം എന്നുള്ള രീതിയിൽ സിബിന്റെ അടുത്ത് ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തുമില്ല ഈ ഒരു കാര്യത്തിൽ. ഒരു മര്യാദ വേണ്ട ഏത് കാര്യത്തിനാണെങ്കിലും. സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് പിടിച്ചു നിർത്തിയാലും നിൽക്കാതെ സിബിൻ ഇറങ്ങി പോകുന്നതാണ് നല്ലത്. കാരണം അതാണ് വേണ്ടത്. അവിടെ ആ ഷോയോടും ബിഗ് ബോസിനോടും ആത്മാർത്ഥത കാണിക്കുന്നവർക്ക് ഇതൊക്കെയാണ് കിട്ടുന്നത്. അവരെ മൂന്നിൻ്റെ അന്ന് പിടിച്ചാൽ കളയും. അവിടെ നിന്നും കൊണ്ട് ബാക്കി എന്തൊക്കെ തെണ്ടിത്തരം ആര് കാണിച്ചാലും ഒന്നും ഒരു പ്രശ്നമില്ല. നന്നായിട്ട് ഷോ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാൻ ആരെങ്കിലും വരികയാണെങ്കിൽ അയാളുടെ അവസ്ഥ ഇതാണ്. കറക്റ്റാണ്. നല്ല രീതിയിൽ ഷോയിൽ നല്ല രീതിയിൽ ഗെയിം കളിക്കാനായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെ എത്രത്തോളം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇൻസൾട്ട് ചെയ്യുന്നത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വേറെ ആരുണ്ട് വേറെ എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊടുക്കുക? വേറെ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളൊക്കെ പറയുന്നത് ജാസ്മിൻ എന്തോ അത് ചെയ്യുന്നു, കണ്ടന്റ്. ജാസ്മിൻ എന്ത് തേങ്ങയാണ് കാണിക്കുന്നത്? ജാസ്മിൻ ഒന്നും ഒരു രീതിയിലും ഒന്നും കാണിക്കില്ല. അത് മാത്രമല്ല, ഇന്നലെ ലാലേട്ടൻ ചോദിച്ചതിനകത്തൊന്നും വലിയ രീതിയിൽ ജാസ്മിനെ ഒന്നും പറഞ്ഞിട്ടുമില്ല. ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള സിബിന് കിട്ടിയതിന്റെ പകുതി പോലും കിട്ടിയിട്ടില്ല. ശരിക്കും അതൊന്നും അല്ല ചോദിക്കേണ്ടായിരുന്നത്. കാര്യം ഇന്നലെ ജയിലിന്റെ കാര്യങ്ങൾ ലാലേട്ടൻ എടുത്ത് ചോദിക്കുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ അങ്ങനല്ല. അതിനൊക്കെ വ്യക്തമായിട്ടുള്ള പണിഷ്മെന്റും കാര്യങ്ങളും ഒക്കെ കൊടുക്കണമായിരുന്നു. അതൊന്നും ചെയ്യാതെ നയിച്ചേട്ടാ. അത് മാത്രമല്ല, ഗബ്രിയെ പിടിച്ച് നോമിനേഷനിൽ ഇടായിരുന്നു. കാര്യം ജാസ്മിൻ അങ്ങനെ ഒരു സാധനം കൊടുത്തപ്പോൾ ഗബ്രിയും കൂടെ പിടിച്ച് നോമിനേഷനിൽ ഇടായിരുന്നു. ഒരു ക്യാപ്റ്റനാണ് ജയിലിൽ എൻ്റർ ചെയ്യാനും ജയിലിൽ ഫുഡ് കൊടുക്കാനും ഏറ്റവും കൂടുതൽ റൈറ്റ്സ് ഉള്ളത്. ഇത് തോന്നുന്നവർക്ക് കണക്ക് അവിടെ കയറി ഇറങ്ങാനുള്ളൊരു സത്രമല്ലെന്ന് നല്ല രീതിയിൽ ലാലേട്ടൻ അത് പറയായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്തില്ല. ഇത് ഭയങ്കര രീതിയിൽ മോശമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. ഇത്രയും സീസൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു വല്ലാത്ത ഒരു മോശമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു ഈ പറയുന്ന സാറ്റർഡേ സൺഡേ എപ്പിസോഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഇനിയിപ്പം പൂജ എന്തായാലും കണ്ടിന്യൂ ചെയ്യാനായിട്ട് പോകുന്നില്ല. കാര്യം 2 ആഴ്ചത്തെ ബെഡ് റെസ്റ്റ് ആണ് വേണ്ടത്. അപ്പൊ പ്രത്യേകിച്ച് ഡിസ്കിന്റെ ഒക്കെ പ്രോബ്ലം ആയതുകൊണ്ട് നല്ല റെസ്റ്റ് എടുക്കാതെ അത് മാറത്തുമില്ല. ഷോയിൽ ഒരിക്കലും പറ്റത്തുമില്ല. ഇനി സിജോ തിരിച്ച് കയറണമെന്ന് പറയുന്നത്. സിജോ രണ്ട് ദിവസത്തിനകത്ത് വെച്ച് തിരിച്ച് കയറുമായിരിക്കും. അപ്പം സിബിൻ ഇനിയിപ്പോൾ ഓക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഗെയിം കളിച്ചാൽ നല്ലതായിരുന്നു. കാര്യം ഇത്തിരിയെങ്കിലും അത്യാവശ്യം നല്ലവണ്ണം കളിക്കുന്ന സിബിനെ ഉള്ളടേ. നിങ്ങൾക്കൊക്കെ അറിയാമല്ലേ വേറെ ആരിയ്ക്കുന്നതിനകത്ത് ഈ കുറെ കോമാളിത്തരം കാണിക്കാന്നല്ലാതെ വേറെ ഒരു മനുഷ്യരും ഇല്ല. സോ അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.